ഞാൻ എൻ്റെ ഹെന്ന ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 7-8 വർഷം ഇപ്പോൾ. അപ്പം ഞാൻ അന്ന് മുതൽ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ഇന്നും ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നൊരു ബ്രാൻഡുണ്ട്. ആ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സും അതുപോലെ അതിൻ്റെ ഹെന സർവീസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഇൻസ്പയർഡ് ആണ്. അപ്പം ഞാൻ പല പല റീസൺസ് കൊണ്ടിട്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഐറ്റം എടുക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഫൈനലി ഇന്നാണ് എനിക്ക് അതിനൊരു ചാൻസ് കിട്ടിയത്. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കുറച്ച് ടൈം എടുത്തെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ നാട്ടിൽ നിന്നല്ല, പുറത്ത് നിന്നാണ്. അതുപോലെ നമ്മുടെ രാജസ്ഥാനി പൗഡറും അല്ല, പുറത്തുള്ളൊരു ഹെന്ന പൗഡറുമാണ്. അപ്പം ഓയിൽസ് ആണെങ്കിലും പൗഡേഴ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുപോലെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. നമ്മൾ റുപ്പീസിൻ്റെ വേരിയേഷൻ തന്നെയാണ് മെയിൻ റീസൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഞാനത് മേടിച്ചു. അപ്പം മേടിച്ച ടൈമിലാണെങ്കിലും മിക്സിങ്ങിലാണെങ്കിലും അതുപോലെ റോളിങ്ങിലാണെങ്കിലും മെഹന്തി ഇട്ടപ്പോഴാണെങ്കിലും മാഷാ അല്ലാ അടിപൊളിയായിരുന്നു. ലൈക്ക് നമ്മളുടെ ഒരു രാജസ്ഥാനി പൗഡറിൻ്റെ ഒരു രീതിയും അല്ലായിരുന്നു, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. സ്മെല്ലാണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും. പക്ഷേ ഞാൻ കുറച്ച് ഡിസപ്പോയിൻ്റ് ആയിരുന്നു. ബിക്കോസ് അതിൻ്റെ ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റേയും കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഡെസ്പായി. ബിക്കോസ് നമുക്ക് രാജസ്ഥാനി പൗഡറിലും ആ ഒരു ഓയിൽസിൽ നിന്നും നമ്മൾ നാട്ടിൽ ലൈക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തോളൂ. പിന്നെ എന്തുകൊണ്ട് ഇത്രയും പേരും പ്രശസ്തിയെന്ന് ഞാൻ ആദ്യം ഒന്ന് സ്റ്റക്കായെങ്കിലും പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. ലൈക്ക് ഇറ്റ് ടേക്ക് ടൈം എടുത്തിട്ടാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു ഡാർക്ക് മെച്യൂർ സ്റ്റെയിൻ അവർ തന്നത്. ആ കിട്ടിയ സ്റ്റെയിൻ അടിപൊളിയായിരുന്നു. അത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ മേടിക്കുന്ന കസ്റ്റമേഴ്സും ലൈക്ക് എന്നെ പോലെ ആവരുത്, വെപ്രാളപ്പെടരുത്. ടൈം എടുക്കും. ഓരോരുത്തരുടെ സ്കിന്നിലും ഓരോ കോണും സ്റ്റെയിൻ ഇറങ്ങാൻ ടൈം എടുക്കും. ബട്ട് ഇറ്റ് ഗിവ് സ്റ്റെയിൻ, നമുക്ക് നല്ല സ്റ്റെയിൻ തരും. പക്ഷേ നമുക്കും പേഷ്യൻസ് വേണം. അതുപോലെ പ്രോപ്പറായിട്ടുള്ള ആഫ്റ്റർ കെയറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മെഹന്തിക്ക് കിഡിലൻ സ്റ്റെയിനാണ് കിട്ടുക. ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചിട്ടുള്ളത് നമ്മളെ നെയിൽ കോണിൻ്റെ സ്റ്റെയിനാണ്. അതും ഫ്രഷാണ്. അതുപോലെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയാണ് ഞാൻ ഇപ്പോഴത്തെ പുതിയ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫെയ്ഡിങ്.